കോൺഗ്രസ്സുകാർ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചുവിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലായോ? അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലേ? കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ചാടിക്കേറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ടായി. എന്നാലും അത് ശരിയാണ്. ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം. അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. അല്ല, അതൊക്കെ വളരെ ബാലിശമാണ് സാറേ. കാറിൽ കയറ്റിയത് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാറിൽ ഈ പറയുന്നവരെ അവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് സ്വന്തം കാറിൽ കയറി നടന്ന ആളിനോടാ ഇത് പറയുന്നത്. അങ്ങനെയൊന്നും അതൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും കാറില്ലാത്തവനെ ആക്ഷേപിക്കാൻ പറ്റും. അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണോ? ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിൽ അവിടെ ഇരിക്കുക, കസേരയുടെ അടുത്ത് നിന്ന്. ഇത് NSSന്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്ന അവിടെ. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തിണ്ണയിരുന്ന് നിറങ്ങിയില്ല ഇവിടെ. 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് തിണ്ണ ഇറങ്ങരുതെന്ന് പറയാൻ. എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്? അത് തന്നെ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പിടിക്കുകയല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വോട്ട് പിടിക്കുകയല്ലേ? ആ കൂട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്നെന്നാ പറഞ്ഞു. എന്നല്ലേ എന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. ഞാൻ പറയണം, അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. എന്താ ആയിരിക്കും. അതെ, ഇവിടെ നിറങ്ങിയില്ല. ആ ആള് പോയി നിറങ്ങുക, ഓരോരുത്തരത്തും പോയി നിറങ്ങുക ഇപ്പം. എന്നിട്ട് പറഞ്ഞോളൂ, ഞാൻ ഇവിടെ ഐക്യം വർഗീയത ഈ രാജ്യത്ത് വളർത്തുന്നതിൽ ഇപ്പൊ നന്നായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്ന് ഞാൻ അവരാരും യോഗ്യരല്ല. ഇപ്പൊ വരാൻ പോകുന്നത് എന്നാന്ന് കണ്ടറിഞ്ഞു. എന്താ അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കില് അത് അവരുടെ ഫലം അനുഭവിക്കും. അഹങ്കാരം മനുഷ്യന് വേണം. അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്കന്മാരും. താഴ്മയാണ് എന്നുള്ള വിചാരം നല്ലതെന്ന് വിചാരിച്ചോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.